Welcome to the lectures of geomatics. In this lecture, we are going to discuss about the setting out of simple curve. So, for the setting out of simple curve, we have methods. First method is linear method, in which we are using only chain or tape. Length measure ചെയ്ത് distance measure ചെയ്ത് മാത്രം set out ചെയ്യുന്ന മെത്തേഡാണ് ആദ്യത്തത്. That is called a linear method. And in this we are using only chain or tape. ഇവിടെ angular measurement ചെയ്യുന്നില്ല, angular measurement എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല. So this is the first method, linear method. And second method എന്ന് പറയുന്നത് angular method അല്ലെങ്കിൽ instrumental method എന്ന് പറയും. And in this method we are using instrument like theodolite or tacheometer. And these instruments are used for the setting out. അപ്പോൾ അങ്ങനെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് ആംഗുലാർ മെഷർമെന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. ദാറ്റ് ഈസ് കോൾഡ് ആംഗുലാർ മെത്തേഡ് ഓർ ഇൻസ്ട്രുമെന്റ് മെത്തേഡ് എന്ന് പറയും. ഓക്കെ, നൗ ഒരു കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ആ കർവിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാം. അതിന്റെ സെന്റർ, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദാറ്റ്, ആൻഡ് ദിസ് ഡീറ്റെയിൽസ് ആർ ഓൾറെഡി നോൺ. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ലൊക്കേറ്റ് ദി പോയിന്റ്സ് ഓഫ് ദി ടാൻജന്റ് നമുക്ക് ഓൾറെഡി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് കർവ് ആൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഇത്രയും കാര്യം നമുക്ക് ഓൾറെഡി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ലൊക്കേറ്റ് ദീസ് പോയിന്റ്സ് ഓൺ ദ ഫീൽഡ്. അപ്പോൾ ഫീൽഡിൽ ലൊക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ പോയിന്റുകൾ എവിടെയാണോ അവിടെ പോയിട്ട് നമ്മൾ പെഗ് അടിച്ച് ഫിക്സ് ചെയ്തിട്ട് ആ പോയിന്റുകൾ ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ മെത്തേഡിലേക്ക് പോകാം, ലീനിയർ മെത്തേഡ്. ഇൻ ലീനിയർ മെത്തേഡ് വി ഹാവ് 4 മെത്തേഡ്സ്. ദാറ്റ് ഈസ് സെറ്റിംഗ് ഔട്ട് ബൈ ഓർഡിനേറ്റ് ഓർ ഓഫ്സെറ്റ് ഫ്രം ലോങ് കോഡ്, ആൻഡ് സെക്കൻഡ് മെത്തേഡ് by successive bisection of the arc, and third method by offset from the tangent, and fourth method by offset from the chord produced. These are the methods. Okay, നമുക്ക് ഇതിലെ ഓരോ മെത്തേഡുകളും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഔട്ട് ബൈ ഓർഡിനേറ്റ് ഫ്രം ദി ലോങ് കോഡ്. അപ്പോൾ ലീനിയർ മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് സെറ്റിംഗ് ഔട്ട് ബൈ ഓർഡിനേറ്റ് ഫ്രം ലോങ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് വി ഹാവ് ടു ലൊക്കേറ്റ് ദി ടാൻജന്റ് പോയിന്റ്സ്, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, പോയിന്റ് ഓഫ് കർവ് ആൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി. ഈ പോയിന്റുകൾ നമുക്ക് ഓൾറെഡി അറിയാം എവിടെയെന്നുള്ളത്. അപ്പോൾ ഞാൻ ഫിഗറിൽ കാണിച്ചു T1, T2 ആൻഡ് PI പോയിന്റുകൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ആ അറിയാവുന്ന പോയിന്റുകൾ ആദ്യം അവിടെ പെഗടിച്ച് വെക്കുക, പെഗടിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, നൗ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഡിവൈഡ് ദി ലോങ് കോഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. ഇവിടെ ഇതിന് ലോങ് കോഡ് എന്ന് പറഞ്ഞാൽ T1, T2 കണക്ട് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ലൈനാണ് ലോങ് കോഡ് എന്ന് പറയുന്നത്. അതിനെ ഈക്വൽ പാർട്സുകളായിട്ട്, ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫിഗറിൽ കുറേ ഡിവിഷൻസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ലോങ് കോഡിൽ നിന്ന് കർവിലേക്കുള്ള ഓഫ്സെറ്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ T1 എന്ന് പറയുന്നത് ആ കർവിൻ്റെ ഫസ്റ്റ് പോയിന്റും അതുപോലെ T2 എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കർവ് ഉണ്ടായിരിക്കുക, നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കോഡിൽ നിന്ന്, ലോങ് കോഡിൽ നിന്ന്, ഇപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ കർവിലേക്കുള്ള ഈ ദൂരം, ഇങ്ങനെ ഈ ഓരോ പോയിന്റിലെയും ദൂരം എത്രയാണ് നമുക്ക് കിട്ടിയാൽ ആ ഡിസ്റ്റൻസുകൾ ഇവിടെ ഫിക്സ് ചെയ്താൽ, ഇവിടെ നമുക്ക് പെഗടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓരോ ഡിസ്റ്റൻസും ഫിക്സ് ചെയ്ത് വെച്ചാൽ ആ കർവിൻ്റെ ലൈൻസ് നമുക്ക് കിട്ടും. ആ കർവ് നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ലോങ് കോഡിൽ നിന്ന് കർവിലേക്കുള്ള ഓഫ്സെറ്റ് എത്രയാണോ അത് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനാദ്യം ചെയ്യേണ്ടത് ആ ലോങ് കോഡിനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓർഡിനേറ്റ്, ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോങ് കോഡിന്റെ സെൻട്രലിൽ നിന്ന് സർക്കുലർ കർവിന്റെ സെൻട്രലിലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് കോൾഡ് മിഡ് ഓർഡിനേറ്റ് എന്ന് പറയും അല്ലേ. അതിനെ നമ്മൾ മിഡ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മിഡ് ഓർഡിനേറ്റ് ആദ്യം കണ്ടുപിടിക്കുക. മിഡ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വി ഹാവ് ദിസ് ഇക്വേഷൻ. മിഡ് ഓർഡിനേറ്റ് ഈസ് റെപ്രസെന്റ് ബൈ M അല്ലെങ്കിൽ O0. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ലെക്ചറിൽ പറഞ്ഞതാണത്. സോ O0 is equal to R minus root of R square minus L/2 square, where R is the radius and L is the length of long chord. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂ കിട്ടും. ആ വാല്യൂ O0, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് കോഡിൽ നിന്ന് മേലോട്ട് 5 മീറ്റർ, ആ സെൻറ്ററിൽ നിന്ന് 5 മീറ്റർ മേലോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫിഗറിനകത്ത് മാർക്ക് ചെയ്ത് കാണിച്ചു O0 എന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ദി ഫസ്റ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഫസ്റ്റ് പോയിന്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, R is the radius and L is the length of long chord. Now ഇനി അങ്ങനെ ആ സെൻട്രലിൽ നിന്ന് നമ്മുടെ ലോങ് കോഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ ഡിസ്റ്റൻസിൽ നിന്നെല്ലാം കർവിലേക്കുള്ള ഓർഡിനേറ്റ് വി ക്യാൻ ഫൈൻഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. OX is equal to root of
ഈ ഇക്വേഷൻ ആണ് OX is equal to root of r square minus x square minus r minus O0. ഇവിടെ r എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദി കർവ്, നമുക്ക് ഓൾറെഡി അറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ നിന്ന് നമ്മുടെ മിഡ് പോയിന്റ് ഓഫ് ലോങ് കോഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഓരോ ഡിസ്റ്റൻസിലേക്കുള്ള ദൂരമാണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ x1, ദെൻ x2, x3 അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ദിസ് ഈസ് x1 അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. ദെൻ ഈ ഇക്വേഷനകത്ത് O0 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ മിഡ് ഓർഡിനേറ്റ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമാണ് O0. അങ്ങനെ ഓരോ ഡിസ്റ്റൻസിലെയും ഓർഡിനേറ്റുകൾ കണ്ടെത്തുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x1 എന്നുള്ളതാകുമ്പോൾ ഇത് O1 ഫസ്റ്റ് ഓർഡിനേറ്റ് രണ്ട് സൈഡിലും കിട്ടും. ദെൻ x2 അടുത്ത ഡിസ്റ്റൻസ് O2, നമുക്ക് അടുത്ത ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെ ഓരോ പോയിന്റിലെയും ഓർഡിനേറ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റുകളൊക്കെ പെഗ് യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെക്കാം. ദെൻ കണക്റ്റിംഗ് ദീസ് പോയിന്റ്സ് വി വിൽ ഗെറ്റ് ദി കർവ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി കർവ്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റിംഗ് ഔട്ട് ബൈ ഓർഡിനേറ്റ് ഫ്രം ലോങ് കോഡ്. ലോങ് കോഡിൽ നിന്നുള്ള ഓർഡിനേറ്റ് വെച്ചിട്ട് ഒരു കർവിനെ സെറ്റ് ഔട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നൗ we can discuss one example. We have one circular curve and we have to set out this curve by using the ordinate from the long chord, and the ordinate should be at a 10 meter interval for a circular curve having a long chord is given. Length of long chord is given 80 meter അല്ലേ. ഇവിടെ ലോങ് കോഡിന്റെ ഡിസ്റ്റൻസ് 80 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. ഓക്കെ, ആൻഡ് ദി റേഡിയസ് ഓഫ് ദി കർവ് ഈസ് ഗിവൺ ആസ് 202 മീറ്റർ. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്ന വാല്യൂ, ആറിന്റെ വാല്യൂ 202 മീറ്റർ ആണ്. T1 to T2 എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. ഓക്കെ, നൗ ദി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് O0, ഫസ്റ്റ് ഓർഡിനേറ്റ് O0 ആണ്, മിഡ് ഓർഡിനേറ്റ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദി മിഡ് ഓർഡിനേറ്റ്. മിഡ് ഓർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് O0 is equal to r minus root of r square minus l/2 സ്ക്വയർ എന്ന് വരും. സോ ഇതിനകത്ത് r എന്ന് പറയുന്ന വാല്യൂ 202 ആണ്. 202 മൈനസ് റൂട്ട് ഓഫ് 202 സ്ക്വയർ മൈനസ് 80/2 സ്ക്വയർ. സോ യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ദി O0 മിഡ് ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് 4 മീറ്റർ. അപ്പോൾ 4 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ലോങ് കോഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് മേലോട്ടുള്ള ഈ ദൂരം O0, ഇതാണ് 4 മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, യു വിൽ ഗെറ്റ് 4 മീറ്റർ. സിമിലർലി ലോങ് കോഡിന്റെ സെൻട്രൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഓരോ ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്റ്റൻസ് 10 മീറ്റർ ഇന്റർവെല്ലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ OX-ലെ x എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. സോ ടു ഫൈൻഡ് ദി ഓർഡിനേറ്റ് ഇക്വേഷൻ ഇതാണ് OX is equal to root of r square minus x square minus r minus O0. x എന്ന് പറയുന്നത് ഫസ്റ്റ് കേസിൽ 10 ആയതുകൊണ്ട് യു വിൽ ഗെറ്റ് ദി വാല്യൂ O10 is equal to root of 202 square minus 10 square minus 202 minus 4. So first ordinate you got it as 3.75 മീറ്റർ എന്ന് കിട്ടി അല്ലേ. ഫസ്റ്റ് ഓർഡിനേറ്റ് ഇതാണ് 3.75 മീറ്റർ. സോ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഓർഡിനേറ്റ് 10 മീറ്റർ ഇന്റർവെല്ലിൽ രണ്ട് സൈഡിലേക്കും യു വിൽ ഗെറ്റ് 3.75 എന്ന് ആ പോയിന്റ് ഫിക്സ് ചെയ്തു. സിമിലർലി 20 മീറ്റർ ആകുമ്പോൾ O20 യു വിൽ ഗെറ്റ് 3.01 മീറ്റർ എന്ന് കിട്ടി. ആൻഡ് O30 1.76 മീറ്റർ എന്ന് കിട്ടി. ആൻഡ് O40 എന്ന് പറയുമ്പോൾ എൻ പോയിന്റ് ആണ്, ആ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. നമുക്കിവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ഓർഡിനേറ്റ് യു ഗോട്ട് ഇറ്റ് ആസ് 0 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാ പോയിന്റുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്ലോട്ട് ദി കർവ്. ഓക്കെ, നൗ ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത് സെറ്റിംഗ് ഔട്ട് ബൈ സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്ക്. ആർക്കുകളെ സക്സസീവായിട്ട് ബൈസെക്ട് ചെയ്ത് പോകുന്ന മെത്തേഡാണ്. ഓക്കെ, ഇതിനകത്തും വി ഹാവ് ടു ലൊക്കേറ്റ് ദി ഫസ്റ്റ് T1, T2 ആൻഡ് PC, PI ഈ പോയിന്റുകളൊക്കെ നമുക്ക് ആദ്യം ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനിഷ്യലി കണക്ട് ദി പോയിന്റ് T1 ആൻഡ് T2. T1, T2 എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കർവും പോയിന്റ് ഓഫ് ടാൻജൻസിയും പോയിന്റുകൾ കണക്ട് ചെയ്യുക. അതിനെ ആദ്യം ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ ലോങ് കോഡ് ആൻഡ് D ഈസ് ദ മിഡ് പോയിന്റ്. ഓക്കെ, നൗ ഡിയിൽ നിന്ന് കർവിലേക്കുള്ള ഓർഡിനേറ്റ് നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു, ദാറ്റ് ഈസ് O0 അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഗോട്ട് ബൈ അനദർ ഇക്വേഷൻ. CD എന്ന് പറയുന്ന മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ വി ഹാവ് അനദർ ഇക്വേഷൻ r into 1 minus cos delta by 2, where r എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് ആണ്, ഡെൽറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്. സോ CD എന്നുള്ള ഫസ്റ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആ C എന്ന പോയിന്റ് കർവിലെ പോയിന്റ് ആണ്, നമുക്ക് ആദ്യത്തെ പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജോയിൻ T1C ആൻഡ് T2C. T1C യും T2C യും ഇതുപോലെ ജോയിൻ ചെയ്യാം. ആൻഡ് ആ
ലൈനുകൾ അതിൻ്റെ സെൻറ്ററിൽ ബൈസെക്ട് ചെയ്യുക, അതായത് D1 ആൻഡ് D2. അതിൻ്റെ ബൈസെക്ഷൻ പോയിന്റുകളാണ് D1 D2 എന്ന്. ഇനി ഈ പോയിന്റിൽ നിന്ന് D1 D2 എന്ന പോയിന്റിൽ നിന്ന് കർവിലേക്കുള്ള പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ നിന്ന് അത് കണ്ടുപിടിക്കാൻ വി ഹാവ് ഇക്വേഷൻ C1 D1 അല്ലെങ്കിൽ C2 D2 is equal to R into 1 minus cos delta by 2. ഇവിടെ ഇക്വേഷൻസിന്റെ പ്രത്യേകത, ആദ്യം ആ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ് ഡെൽറ്റ ബൈ 2 ആയിരുന്നു. ഇപ്പോൾ ആ ഇക്വേഷന് ഡെൽറ്റ ബൈ 4. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിവിഷൻ ആയപ്പോൾ ബൈ 4 ആയി അല്ലേ. അങ്ങനെ ഓരോ തവണ ഡിവൈഡ് ചെയ്യും ബൈ 4 ബൈ 8 അങ്ങനെ പോവുക. ഓക്കെ, ആ ഇക്വേഷൻ്റെ ഒരു രീതി അങ്ങനെ. സോ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് C1 D1 കിട്ടും, അതുപോലെ C2 D2. ആ പോയിന്റ് C1 C2 എന്ന് പറയുന്ന പോയിന്റ് കർവിലെ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ കർവിലെ അടുത്ത പോയിന്റുകൾ കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പോയിന്റുകൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ ജോയിൻ ചെയ്യുക. T1 C1 അതുപോലെ C1 C2 അതുപോലെ T2 C2 ജോയിൻ ചെയ്യുക. അത് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്നും കർവിലേക്കുള്ള മിഡ് പോയിന്റിൽ നിന്നുള്ള ഓർഡിനേറ്റ് കണ്ടുപിടിക്കുക വീണ്ടും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റുകളും ഡിവൈഡ് ചെയ്ത് ഓർഡിനേറ്റ് കണ്ടുപിടിച്ച് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ് സക്സസീവ് ബൈസെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ കിട്ടിയ കർവിൽ എല്ലാ പോയിന്റുകളും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി കർവ്. സോ ദിസ് ഈസ് ദി മെത്തേഡ് ഓഫ് സക്സസീവ് ബൈസെക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറയും. ഓക്കെ ഓക്കെ ഗുഡ്. നൗ തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഔട്ട് ബൈ ഓഫ്സെറ്റ് ഫ്രം ടാൻജന്റ്. ടാൻജന്റിൽ നിന്ന് കർവിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് ഓഫ്സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ വി ഹാവ് 2 കൈൻഡ് ഓഫ് ഓഫ്സെറ്റ് ഫ്രം ടാൻജന്റ്. ടാൻജന്റിൽ നിന്ന് നമുക്ക് 2 ഓഫ്സെറ്റുകൾ എടുക്കാൻ പറ്റും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയൽ ഓഫ്സെറ്റ്. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് AV എന്ന് പറയുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. ആ ടാൻജന്റിൽ നിന്ന് ഇത് OX എന്ന് പറയുന്നത് റേഡിയൽ ഓഫ്സെറ്റ് ആണ്, റേഡിയലി ആണ് അത് വരുന്നത്. ആൻഡ് സിമിലർലി പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഗറിൽ കാണാം. ഇവിടെ ഈ OX എന്ന് എടുത്തിരിക്കുന്നത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്, 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ്. നേരത്തെ ആ സർക്കുലർ ഏരിയക്ക് സർക്കുലർ പോർഷന് റേഡിയൽ ആയിട്ടാണ്. അങ്ങനെ റേഡിയൽ ഓഫ്സെറ്റും അതുപോലെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ റേഡിയൽ ഓഫ്സെറ്റ് ചെയ്യുന്നത്, ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ T1 എന്ന പോയിന്റ്, T2 എന്ന പോയിന്റ്, അതുപോലെ PI എന്ന പോയിന്റ് സെറ്റ് ഔട്ട് ചെയ്യുക. ആ പോയിന്റുകൾ ഫീൽഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ചെയ്യേണ്ടത് റേഡിയൽ ഓഫ്സെറ്റ് ടു ദി കർവ് അറ്റ് X ഡിസ്റ്റൻസ് ഫ്രം ദി പോയിന്റ് ഓഫ് കർവ്. ഈ കർവിൽ നിന്ന് X ഡിസ്റ്റൻസ്, ഇപ്പോൾ ടാൻജന്റിൽ നിന്ന് T1 എന്ന പോയിന്റിൽ നിന്ന് X ഡിസ്റ്റൻസ്, ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ്, 1 മീറ്ററോ 2 മീറ്ററോ ഏതെങ്കിലും ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ നിന്ന് കർവിലേക്കുള്ള റേഡിയൽ ഓഫ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് OX is equal to root of R square. ഈ ഇക്വേഷൻ root of R square plus X square minus R അല്ലേ. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് ഓഫ്സെറ്റ് O1. എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ് X1 ആയതുകൊണ്ട് O1 ഫസ്റ്റ് കിട്ടും. സിമിലർലി നമ്മൾ അടുത്ത ഡിസ്റ്റൻസ് X എടുത്താൽ യു വിൽ ഗെറ്റ് X2, ദാറ്റ് ഈസ് രണ്ടാമത്തെ ഓർഡിനേറ്റ് O2. അങ്ങനെ O3 O4 അങ്ങനെ എല്ലാ, അതുപോലെ രണ്ടാമത്തെ സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഓർഡിനേറ്റുകൾ കിട്ടും. അപ്പോൾ ഇതൊക്കെ ടാൻജന്റിൽ നിന്ന് റേഡിയൽ ഓഫ്സെറ്റുകളാണ്. അങ്ങനെ ഓഫ്സെറ്റ് ചെയ്ത പോയിന്റുകൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി കർവ്. ആ കർവ് നമുക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയാണ് റേഡിയൽ ഓഫ്സെറ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, നൗ സിമിലർലി പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ടാൻജന്റിൽ നിന്ന് 90 ഡിഗ്രിയിൽ ഓഫ്സെറ്റ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് ദി ഓഫ്സെറ്റ് യൂസിങ് ദിസ് ഇക്വേഷൻ OX is equal to R minus root of R square minus X square. ഇങ്ങനെ കിട്ടും അല്ലേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാൻജന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് X എന്ന ഡിസ്റ്റൻസ് എടുത്ത് അവിടുന്ന് കർവിലേക്ക് പെർപെൻഡിക്കുലർ എടുത്താൽ ഫസ്റ്റ് ഓർഡിനേറ്റ് O1 മാർക്ക് ചെയ്യുക. ഇപ്പോൾ 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ മാർക്ക് ചെയ്യുക അല്ലേ. അതേപോലെ X2 എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇപ്പോൾ 2 മീറ്റർ ആണെങ്കിൽ 2 മീറ്റർ മാർക്ക് ചെയ്ത് പെർപെൻഡിക്കുലർ ആയിട്ട് മാർക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി പോയിന്റ് ഓൺ കർവ്. സിമിലർലി രണ്ട് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് മെനി പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ കർവിലെ പോയിന്റുകളാണ്. അത് കണക്ട് ചെയ്ത് വരച്ചാൽ യു വിൽ ഗെറ്റ് ദി കർവ്. അപ്പോൾ ഇങ്ങനെയാണ് ഓഫ്സെറ്റ് ഫ്രം ടാൻജന്റ് ചെയ്യുന്നത് ബൈ റേഡിയൽ മെത്തേഡ് ആൻഡ് ബൈ പെർപെൻഡിക്കുലർ മെത്തേഡ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഡിറ്റർമിൻ ദ ഓഫ്സെറ്റ് ടു ബി സെറ്റ് ഔട്ട് അറ്റ് 10 മീറ്റർ ഇന്റർവൽ. അപ്പോൾ എക്സിന്റെ ഡിസ്റ്റൻസ് 10 മീറ്റർ എന്ന് പറയുന്നത് 10, 20 അങ്ങനെയാണ് എക്സ് പോവാം. അലോങ് ദി ടാൻജന്റിൽ നിന്നാണ്. സോ ടാൻജന്റിൽ നമുക്ക് റേഡിയൽ ഓഫ്സെറ്റും ആവാം പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ആവാം. ടു ലൊക്കേറ്റ് 320 മീറ്റർ റേഡിയസ് കർവ്. ഇപ്പോൾ കർവിന്റെ റേഡിയസ് വന്നിട്ടുണ്ട് 320 മീറ്റർ. ഓക്കെ, ഫസ്റ്റ് റേഡിയൽ ഓഫ്സെറ്റ്. റേഡിയൽ ഓഫ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ OX is equal to root of R square plus X square minus R അല്ലേ. ആറിന്റെ വാല്യൂ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ആസ്
320 മീറ്റർ അല്ലേ? നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ 320 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എക്സിൻ്റെ വാല്യൂ ഇനിഷ്യലി x1 10 മീറ്റർ, x2 20 മീറ്റർ, അങ്ങനെ 10 മീറ്റർ ഇൻ്റർവെൽ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് O10 x 10 ആയാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് റേഡിയൽ ഓർഡിനേറ്റ് അല്ലെങ്കിൽ റേഡിയൽ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.156 എന്ന് കിട്ടും അല്ലേ? സിമിലർലി O20 എന്ന് പറയുന്നത് 0.62, O30 1.4, O40 2.49 ആൻഡ് O50 എന്ന് പറയുന്നത് 3.8. അങ്ങനെ നമുക്ക് എത്രയും ഡിസ്റ്റൻസ് റേഡിയൽ ഓഫ്സെറ്റ് എത്രയും എടുക്കാം അല്ലേ? ആൻഡ് സിമിലർലി ഇത് തന്നെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ദ ഇക്വേഷൻ ഈസ് OX is equal to R minus root of R square minus X square. സോ ഫസ്റ്റ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ O10 ഫസ്റ്റ് 10 മീറ്റർ ഇൻ്റർവെല്ലാണ്. യു വിൽ ഗെറ്റ് ദി വാല്യൂ 0.156. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് റേഡിയൽ ഓഫ്സെറ്റിലെ വാല്യൂ 0.156ഉം അതുപോലെ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും സെയിം വാല്യൂ ആണ് കിട്ടിയത് അല്ലേ? രണ്ടാമത്തെ വാല്യൂ O20 ആണെങ്കിൽ രണ്ട് ഭാഗത്തും അതും സെയിം ആണ്. യു വിൽ ഗെറ്റ് ദി വാല്യൂ ആസ് 20 മീറ്റർ എന്നുള്ളതിൻ്റെ 0.62 ആണ് നമുക്ക് രണ്ട് ഭാഗത്തും നമുക്ക് കിട്ടിയത് അല്ലേ? നമുക്കിവിടെ കാണാം രണ്ടും 20 മീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. സോറി 20 മീറ്ററിൽ നമുക്ക് 0.62 ആണ് കിട്ടിയത്. ഇവിടെയും അതേപോലെ യു വിൽ ഗെറ്റ് അറ്റ് 0.62. പക്ഷേ എല്ലാ ഓഫ്സെറ്റുകളും സെയിം ആവണമെന്നില്ല. അപ്പോൾ തേർഡ് വണ്ണ് O30 കിട്ടിയത് 1.4ഉം 1.41ഉം അല്ലേ? ഇവിടെ നമ്മുടെ റേഡിയൽ ഓഫ്സെറ്റിനകത്ത് നമുക്ക് കിട്ടിയത് 1.4 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് വി ഗോട്ട് ഇറ്റ് ആസ് 1.41 എന്നാണ് കിട്ടി. ആൻഡ് സിമിലർലി 2.49 O40ൻ്റെത് O40 ഇപ്പുറത്തത് 2.51 അല്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് റേഡിയൽ ഓഫ്സെറ്റും പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്. അപ്പോൾ രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. രണ്ട് മെത്തേഡ് ഉപയോഗിക്കേണ്ട, ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. നൗ ഫോർത്ത് മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് എന്ന് പറയുന്നത് സെറ്റിംഗ് ഔട്ട് ബൈ ഓഫ്സെറ്റ് ഫ്രം കോഡ് പ്രൊഡ്യൂസ്ഡ്. കോഡ് പ്രൊഡ്യൂസ്ഡിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ഔട്ട് ചെയ്യാം? സോ ഇനീഷ്യലി എല്ലാ മെത്തേഡ് പോലെയും ഇനീഷ്യൽ പോയിന്റ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുക T1, T2, Pi. ഈ പോയിന്റുകളാണ് ആദ്യം നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം T1, T2 ഒക്കെ ലൊക്കേറ്റ് ചെയ്യുക. ദെൻ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് സബ് കോഡ്. ഈ സബ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോർമൽ കോഡും സബ് കോഡും ലോങ് കോഡും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കർവ്, ഇതിങ്ങനെ ഒരു കർവ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു കർവിൽ ഞാൻ അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു കർവിൻ്റെ ഫസ്റ്റ് പോയിന്റും ലാസ്റ്റ് പോയിന്റും മീറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ലോങ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 20 മീറ്റർ ഡിസ്റ്റൻസ് വരുന്ന അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഡിസ്റ്റൻസ് വരുന്ന കോഡാണ് നോർമൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 20 മീറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു കർവിനെ നമ്മൾ 20 മീറ്റർ കോഡായിട്ട് ഡിവൈഡ് ചെയ്താൽ സംതിങ് എക്സ്ട്രാ വരും. ഒരു 20 മീറ്റർ തികയാതെ കുറച്ച് ബാക്കി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് തുടങ്ങിയായിരിക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് 20 മീറ്റർ കോഡാണ്, നെക്സ്റ്റ് 20 മീറ്റർ കോഡ് രണ്ടാമത്തത്, അതേപോലെ ഇവിടെയും 20 മീറ്റർ കോഡ് ഇങ്ങനെ. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ കുറച്ചൊരു പോർഷൻസ് ബാക്കി വന്നു. 20 മീറ്റർ തികയില്ല, അപ്പോൾ 15 മീറ്റർ ഒക്കെ ഉള്ളതായിരിക്കാം. അതേപോലെ ലാസ്റ്റും ഒരു എക്സ്ട്രാ വന്നു, അത് 20 മീറ്റർ തികയില്ല. എന്ന് വെച്ചാൽ ഈ നടുക്കുള്ള ഈ കർവ്, ഈ കോഡ്, അതുപോലെ ഈ കോഡ്, അതുപോലെ ഈ കോഡുകളൊക്കെ നോർമൽ കോഡാണ്. ഇതൊക്കെ നോർമൽ കോഡ് എന്നാണ് അതിനെ പറയാം, നോർമൽ കോഡ്. ഓക്കെ, ആൻഡ് 20 മീറ്റർ തികയാത്ത കോഡുകൾ ഉണ്ടാവും. അത് ഫസ്റ്റും ഉണ്ടാവും ലാസ്റ്റും ഉണ്ടാവും. അതിനെ നമ്മൾ സബ് കോഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് സബ് കോഡ് എന്ന് പറയും അല്ലേ? അപ്പോൾ ഇത് ഈ ഫസ്റ്റിലുള്ള ഇത് ഫസ്റ്റ് സബ് കോഡാണ്. ആൻഡ് ഇവിടെ നമുക്ക് ലാസ്റ്റ് ഇവിടെയുണ്ട് ലാസ്റ്റ് സബ് കോഡ് അല്ലേ? അപ്പോൾ ഒരു കർവ് നമ്മൾ കിട്ടിയാൽ അതിനാദ്യം ഇതുപോലെ കോഡുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നോർമൽ കോഡുകൾ എത്ര, ഫസ്റ്റ് സബ് കോഡിൻ്റെ ഡിസ്റ്റൻസ് എത്ര, ലാസ്റ്റ് സബ് കോഡിൻ്റെ ഡിസ്റ്റൻസ് എത്ര നമുക്ക് കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ് അതിനെ C എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ് അതിനെ നമ്മൾ ഡിനോട്ട് ആസ് C' എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, സോ നമ്മൾ ആദ്യം കോഡുകളെ കർവിനെ നമ്മൾ എന്ത് ചെയ്തു, കോഡുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് സബ് കോഡിൻ്റെയും ലാസ്റ്റ് സബ് കോഡിൻ്റെയും നോർമൽ കോഡിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഓക്കെ, നൗ ഇനി ചെയ്യേണ്ടത് സെലക്ട് എ പോയിന്റ് A1 അലോങ് ദി ടാൻജന്റ് സച്ച് ദാറ്റ് T1 A1 ഈസ് ഈക്വൽ ടു C. ടാൻജന്റിൽ ഫസ്റ്റ് നമ്മളൊരു പോയിന്റ് ഫിക്സ് ചെയ്യാം. ആ പോയിന്റിലേക്ക് T1ൽ നിന്ന് ഫസ്റ്റ് പോയിന്റിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് C ആണ്. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം, A1 എന്നുള്ള ആ ഫിഗറിൽ A1 എന്നുള്ള പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തു. T1 A1 എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഫസ്റ്റ് കോഡ് C എന്ന് വരും. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ലെങ്ത് ഓഫ് ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് C എന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇനി ആ സിയിൽ നിന്ന് ഫസ്റ്റ്
കർവ് പോയിന്റിലേക്കുള്ള ദൂരം, ദാറ്റ് ഈസ് O1, നമുക്ക് O1 എന്നുള്ള പോയിന്റ് നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് പോയിന്റ് O1 you can find by using the equation O1 is equal to c square by 2r, where small c is the length of first chord, r is the radius. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് പോയിന്റിനെ നമുക്ക് ഇങ്ങനെ ആംഗിൾ ആയിട്ടാണ്, O1 എന്ന് പറയുന്നത് ആംഗുലർ ഒരു ആർക്ക് സിങ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ O1 ഫസ്റ്റ് ഓർഡിനേറ്റ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഇത് ഫസ്റ്റ് കോഡ് കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം നോർമൽ കോഡുകളാണ്. നോർമൽ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി ആണ്. ഫോർ എക്സാമ്പിൾ 20 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഇതുപോലെ T1 ആൻഡ് എ എന്ന പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈന് വരയ്ക്കുക. അതിൽ എ മുതൽ B1 വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് നോർമൽ കോഡാണ്, സി എന്ന് പറയുന്നത്. അപ്പോൾ 20 ആണ്. അപ്പോൾ B1 എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. അങ്ങനെ B1 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി ആ B1ൽ നിന്ന് സർക്കിളിലേക്കുള്ള പോയിന്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വി ഹാവ് ഇക്വേഷൻ O2 is equal to C divided by 2R. ഇവിടെ നമുക്ക് ഇക്വേഷൻ കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് വി ഹാവ് ഇക്വേഷൻ O2 is equal to C by 2R into small c plus capital C. This is the equation. O2 is equal to capital C by 2R into small c plus c. Small c എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ഫസ്റ്റ് സബ് കോഡ്. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് കോഡ്, നമ്മളിവിടെ നോർമൽ കോഡ് നമ്മൾ 20 മീറ്റർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ദെൻ ക്യാപിറ്റൽ ആർ നോട്ട് ഈസ് റേഡിയസ്. അപ്പം അങ്ങനെ B1ൽ നിന്ന് രണ്ടാമത്തെ ഓർഡിനേറ്റ് നമുക്ക് കിട്ടി. അത് നമ്മളിവിടെ ഓഫ്സെറ്റ് ചെയ്യുന്നു O2 B എന്ന പോയിന്റ്. അപ്പോൾ എയും ബി ഒക്കെ സർക്കിളുള്ള പോയിന്റാണ്. ഇങ്ങനെ നമ്മൾ ഓരോ കോഡുകളും നമ്മൾ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് O3 കിട്ടും, O4, അങ്ങനെ ഓരോ കോഡുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഈച്ച് പോയിന്റ്സ് ഓൺ ദി കർവ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് സബ് കോഡാണ്. ഓക്കെ, ലാസ്റ്റ് സബ് കോഡിന്റെ പോയിന്റ് ദാറ്റ് ഈസ് ON. ലാസ്റ്റ് ഓർഡിനേറ്റ് ON is equal to C dash by 2R into C plus C dash. C dash എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ലാസ്റ്റ് സബ് കോഡ്. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി ലെങ്ത് ഓഫ് നോർമൽ കോഡ്. C dash എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ലാസ്റ്റ് കോഡ്. സോ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ON ലാസ്റ്റ് പോയിന്റ് കിട്ടും. സോ ഇങ്ങനെയാണ് ഓഫ്സെറ്റ് ഫ്രം കോഡ് പ്രൊഡ്യൂസർ നമ്മൾ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി ലീനിയർ മെത്തേഡ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ലീനിയർ മെത്തേഡിലെ 4 മെത്തേഡുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നൗ വി ഹാവ് ടു ഡിസ്കസ് വാട്ട് ഈസ് ആംഗുലാർ മെത്തേഡ് ഓഫ് ആംഗുലാർ മെത്തേഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് എന്താണ്, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കർവ്, ഒരു സിമ്പിൾ കർവ് സെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് അല്ലെങ്കിൽ ആംഗുലാർ മെത്തേഡ് വി ഹാവ് 3 kinds of methods, and the first one is Rankine's method, and the second one is called theodolite method, and the third one is called Tacheometric method. ഇങ്ങനെ 3 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ആംഗുലാർ മെത്തേഡിൽ ഒരു കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നൗ ആംഗുലാർ മെത്തേഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് ആംഗിൾ ടു എനി പോയിന്റ് ഓൺ കർവ്, ആംഗിൾ അറ്റ് ദി PC, point of curve between the back tangent and the chord from PC to that point. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ കർവിലുള്ള ഓരോ പോയിന്റിലും വരുന്ന ടാൻജന്റിൽ നിന്ന് കോഡിലേക്കുള്ള ആംഗിളാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ, ഇപ്പോൾ നമുക്കതിനകത്ത് ആ ഫിഗറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഇവിടെ T1V എന്ന് പറയുന്നത് വലിയ ടാൻജന്റ് ആണ് അല്ലേ? ആ ടാൻജന്റിൽ നിന്ന് ഓരോ കോഡിലേക്കുമുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിളാണ് നമ്മൾ പറയുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇപ്പോൾ വേറൊരു കോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അങ്ങനെ വലിയൊരു കോഡ്, ഈ ഒരു കോഡ് കണ്ടു, അവിടെ അത് ഡിഫ്ലക്ഷൻ ആംഗിൾ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്, ഡെൽറ്റ. ഓക്കെ, പക്ഷേ നമ്മൾ ഏതെങ്കിലും ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു പോയിന്റ് എടുത്താൽ എൻ്റെ ഒരു ടാൻജന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എയിലൂടെയുള്ള ടാൻജന്റ്, ദിസ് ഇസ് ദ ടാൻജന്റ്. ആ ടാൻജന്റിൽ നിന്ന് അവിടെയുള്ള കോഡ്, താഴെ ഇവിടെ നമ്മൾ കോഡ് കാണിച്ചത്, ആ കോഡിലേക്കുള്ള ആംഗിൾ ഇവിടെ ഡെൽറ്റ 2, ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ആംഗിൾ. എന്ന് വെച്ചാൽ ആ പോയിന്റിലെ ടാൻജന്റിൽ നിന്ന് ആ കോഡിലേക്കുള്ള ആംഗിളാണ് ടാൻജൻഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആംഗിൾ Δ1 പ്ലസ് Δ2 പ്ലസ് Δ3 അങ്ങനെ വരിക. അപ്പോൾ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ Δ1, ഇപ്പോൾ ഇവിടെ
നമുക്കിവിടെ കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് del 1 എന്ന് പറയും അല്ലേ. രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 2 ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു del 1 പ്ലസ് del 2 എന്ന് വരും. ഇങ്ങനെയാണ് വരിക അല്ലേ. അതിൽ ഡെൽ എന്ന് പറയുന്ന ടാൻജൻഷ്യൽ ആംഗിൾ കണ്ടുപിടിക്കാനും വി ഹാവ് ഇക്വേഷൻ del n is equal to 1719 into cn by r where cn is the length of chord അല്ലേ. ആദ്യത്തെ കോഡാണെങ്കിൽ C1, രണ്ടാമത്തെ കോഡാണെങ്കിൽ C2 അങ്ങനെ വരും. ഓക്കെ, സോ നമുക്കിതിലെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡിലെ അല്ലെങ്കിൽ ആംഗുലാർ മെത്തേഡിലെ ആദ്യത്തെ മെത്തേഡാണ് റാങ്കിൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ റാങ്കിൻസ് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് റാങ്കിൻസ് മെത്തേഡ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ മെത്തേഡിലെയും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ആ കർവിൻ്റെ T1 പോയിന്റ്, അതേപോലെ PI പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അതുപോലെ തന്നെ T2 എന്ന പോയിന്റ്, ഇത്രയും പോയിന്റുകൾ ആദ്യം സെറ്റ് ഔട്ട് ചെയ്യുക, അത് ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ടത് വി യൂസ് എ തിയോഡലൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് തിയോഡലൈറ്റ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. വി യൂസ് ദി തിയോഡലൈറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് അറ്റ് ദി ഫസ്റ്റ് പോയിന്റ് T1 എന്ന പോയിന്റിൽ നമ്മൾ ആ ബ്ലാക്കിൽ കാണിച്ചിരിക്കുന്നത് തിയോഡലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ അത് സെറ്റ് ചെയ്യുക ആൻഡ് മേക്ക് ദി ലൈൻ ഓഫ് സൈറ്റ് ടു ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അവിടെ ഒരു ഗ്രീൻ ഡോട്ടഡ് ലൈൻ കാണാം. അപ്പോൾ അതിന്റെ ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ PI പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലേക്ക് തിരിച്ചു വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളൊരു ആർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കോഡ്, ഒരു കർവിലെ കോഡ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ ഡെൽറ്റ 1 ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ 1 is equal to del 1 where del 1 is equal to 1719 into C1 by R where C1 is the first കോഡ് ലെങ്ത്. അപ്പോൾ നമ്മൾ ആ കോഡ് ലെങ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മീറ്റർ 5 മീറ്റർ നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ വെറുതെ ഒരു കോഡ് ലെങ്ത് എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് ആംഗിൾ എന്ന് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ del 1 കിട്ടി. ഇനി ആ del 1 എന്ന് പറയുന്നത് T1 PI എന്ന് പറയുന്ന ടാൻജന്റിൽ നിന്ന് കോഡിലേക്കുള്ള ആംഗിളാണ്. സോ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് അത്രയും ആംഗിൾ, ടാൻജന്റിൽ നിന്ന് അത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാം. സോ del 1 ഫസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റിൽ എവിടെയോ ആണ്, ഈ ഡയറക്ഷനിൽ എവിടെയോ ആണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് പോയിന്റിലേക്ക് T1ൽ നിന്നുള്ള ദൂരമാണ് ക്യാപിറ്റൽ C എന്ന് പറയുന്ന നമ്മളുടെ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറഞ്ഞെടുത്തത് അല്ലേ, ഈ C എന്ന് പറയുന്നത്. സോ അത്രയും ഡിസ്റ്റൻസ് നമ്മൾ മാറ്റി മാർക്ക് ചെയ്താൽ C1 എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ആദ്യം ഒരു കോഡ് ലെങ്ത് ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 മീറ്റർ. ആ 10 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അത്രയും ആംഗിൾ ടാൻജന്റിൽ നിന്ന് തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ആ പോയിന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് കിട്ടി. ആ ലൈനിൽ എവിടെയാണ്, ആ ഗ്രീൻ ലൈനിൽ എവിടെയാണ് ആ പോയിന്റ് എന്ന് നമുക്കറിയാം. ഇനി ആ പോയിന്റ് എവിടെയെന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പോയിന്റ് ആയ T1ൽ നിന്ന് ഫസ്റ്റ് കോഡ് ലെങ്ത് C1, നമ്മൾ ഇപ്പോൾ 10 മീറ്റർ ആണ് നമ്മൾ എടുത്തെങ്കിൽ 10 മീറ്റർ ദൂരത്തിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് പോയിന്റ് ആസ് A. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ആകുമ്പോൾ രണ്ടാമത്തെ ടാൻജന്റ് ലെങ്ത് C2 നമ്മൾ ഫിക്സ് ചെയ്യാം. ഓക്കെ, C2 ഫിക്സ് ചെയ്ത് അതിൻ്റെ ആംഗിൾ ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ അവിടെ താഴെ കാണിച്ചിട്ടുണ്ട് del 1 പ്ലസ് del 2 നമുക്ക് കിട്ടി അല്ലേ. ദിസ് ഈസ് ദി സെക്കൻഡ് ഡിഫ്ലക്ഷൻ ആംഗിൾ. അതിൽ del 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1719 into C1 by R where C1 is the length of first chord and delta 2 എന്ന് പറഞ്ഞാൽ that is 1719 into C2 by R where C2 is the length of second chord. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടി. സോ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്യാൻ പറ്റും. സിമിലർലി രണ്ടാമത്തെ ആംഗിൾ ഡെൽറ്റ 2 ടാൻജന്റിൽ നിന്ന് രണ്ടാമത്തെ ആംഗിൾ ഇപ്പോൾ 30 ഡിഗ്രി ആണെങ്കിൽ 30 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. സോ ആ ലൈനിൽ രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും B. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ ഫിക്സ് ചെയ്യാം. നമ്മൾ മൂന്നാമത്തെ പോയിന്റ് കിട്ടും. ഇങ്ങനെ ഓരോ പോയിന്റുകളും നമ്മൾ ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ബൈ കണക്റ്റിംഗ് ദീസ് പോയിന്റ്സ് യു വിൽ ഗെറ്റ് ദി കർവ്. അപ്പോൾ ഇങ്ങനെ പോയിന്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി കർവ്. അപ്പോൾ ഇതാണ് റാങ്കിൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് 2 തിയോഡലൈറ്റ് മെത്തേഡ്. ഇവിടെ 2 തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ റാങ്കിൻസ് മെത്തേഡിൽ നമ്മൾ ഒരു തിയോഡലൈറ്റ് ആണ് ഉപയോഗിച്ചെങ്കിൽ രണ്ടാമത്തെ മെത്തേഡിൽ 2 തിയോഡലൈറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻസ്ട്രുമെന്റ് മെത്തേഡ് 3 ഉണ്ട്. ഈ മൂന്നിലും സെയിം കൺസെപ്റ്റ് ആണ്. ടാൻജന്റിൽ നിന്ന് കർവിലെ കോഡിലേക്കുള്ള ഡിഫ്ലക്ഷൻ ആംഗിൾ കണ്ടുപിടിച്ച് അത്രയും ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇനി ടു തിയോളൈറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം T1 T2 PA എന്നുള്ള പോയിന്റുകൾ ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ രണ്ട് തിയോളൈറ്റ് എന്നതിനെ നമ്മൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് അല്ലേ, രണ്ട് ട്രാൻസിറ്റ് അല്ലെങ്കിൽ രണ്ട് തിയോളൈറ്റിൽ ഫിക്സ് ചെയ്യുക. ഫസ്റ്റ് തിയോളൈറ്റ് എന്ന് പറയുന്നത് T1 എന്ന പോയിന്റിൽ, രണ്ടാമത്തെ തിയോളൈറ്റ് എന്ന് പറയുന്നത് T2 എന്ന പോയിന്റിൽ. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റിലെ തിയോളൈറ്റ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലേക്ക് തിരിച്ചു വെക്കുക. ഓക്കെ, ഡയറക്റ്റ് ടുവേർഡ്സ് ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ PI. അപ്പോൾ അതിൻ്റെ ഗ്രീൻ ലൈന് PIയിലേക്ക്. ആൻഡ് രണ്ടാമത്തെ തിയോളൈറ്റ് T2 എന്ന പോയിന്റിൽ നിന്ന് T1 എന്ന പോയിന്റിലേക്ക് തിരിച്ചു വെക്കുക. സോ യു വിൽ ഗെറ്റ് ദി ലൈൻ ഓഫ് സൈറ്റ്. ഗ്രീൻ ഡോട്ടഡ് ലൈന് കാണിക്കുന്നത് ലൈൻ ഓഫ് സൈറ്റ് ആണ്. അപ്പോൾ T1 എന്നുള്ളത് ഫസ്റ്റ് PIയിലേക്കും T2 എന്നുള്ളത് T1ലേക്കും തിരിച്ചു വെക്കുക. ഓക്കെ, നൗ ഇതിലെ ഫസ്റ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ Δ1 നമ്മൾ ഫിക്സ് ചെയ്യാം. Δ1 ഫിക്സ് ചെയ്തിട്ട് അത്രയും ആംഗിൾ ഫസ്റ്റ് തിയോളൈറ്റ് റൊട്ടേറ്റ് ചെയ്തു, നമുക്ക് ആ ഫിഗറിൽ കാണാം. അതേപോലെ രണ്ടാമത്തെ തിയോളൈറ്റും Δ1 ആംഗിൾ തിരിച്ചു വെക്കുക. ആദ്യത്തെ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് Δ1 ആംഗിൾ അത്രയും തിരിച്ചു വെക്കുക. സോ ആ രണ്ട് ലൈൻ ഓഫ് സൈറ്റിൻ്റെയും കോയിൻസൈഡിങ് പോയിന്റ്, ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് ആദ്യത്തെ കർവിലെ പോയിന്റ് എന്ന് പറയുന്നത്. സോ A is the first intersection point, it is the first point on curve. ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ Δ2 കണ്ടുപിടിക്കുക. സിമിലർലി അതും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. സോ രണ്ട് തിയോളൈറ്റിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആണ് രണ്ടാമത്തെ പോയിന്റ്. സിമിലർലി ഓരോ പോയിന്റുകളും നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. സോ കണക്ടിങ് ദീസ് പോയിന്റ്സ് യു വിൽ ഗെറ്റ് ദി കർവ്. അപ്പം ഇങ്ങനെയാണ് ടു തിയോളൈറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു കർവിനെ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടാക്യോമെട്രിക് മെത്തേഡാണ്. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് തിയോളൈറ്റിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം. ഇപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ ടാക്യോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് വിചാരിക്കുക. ഇത് ടാക്യോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ഹിയർ വി ഹാവ്, നമ്മളത് ഗ്രൗണ്ടിൽ വെച്ചിരിക്കുകയാണ്. വി ഹാവ് എ പോയിന്റ് ഹിയർ. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എ എന്നുള്ള പോയിന്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ ഒരു ലെവലിംഗ് സ്റ്റാഫ് ഫിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഇൻസ്ട്രുമെന്റിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു ലൈൻ ഓഫ് സൈറ്റ് എടുത്താൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. ആ സ്റ്റാഫ് റീഡിംഗ് ഒരു സ്റ്റാഫ് ഇന്റർസെപ്റ്റ് എന്ന വാല്യൂ കിട്ടും. ആ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് നമുക്ക് കിട്ടിയാൽ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിരിക്കുന്ന പോയിന്റിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ദൂരം, ഈ ദൂരം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ D, ലെങ്ത് D ഈസ് ഈക്വൽ ടു, വി ഹാവ് ഇക്വേഷൻ KS പ്ലസ് C. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ K എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. S എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്റ്റാഫ് ഇന്റർസെപ്റ്റ്, നമ്മുടെ കിട്ടിയ സ്റ്റാഫ് ഇന്റർസെപ്റ്റ് ആണ്. C എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ അഡിറ്റീവ് കോൺസ്റ്റന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ അതിൽ K ആൻഡ് S എന്ന് പറയുന്നത്, Kയും S എന്ന് പറയുന്നതും ഈ ഇൻസ്ട്രുമെന്റിന്റെ കോൺസ്റ്റന്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്ട്രുമെന്റിന്റെ കൂടെ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണത്. അതിൽ അറിയാത്ത വാല്യൂ S എന്നുള്ള വാല്യൂ മാത്രമാണ്. അപ്പോൾ എസിന്റെ വാല്യൂ കിട്ടിയാൽ ഈ ദൂരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു കൺസെപ്റ്റ് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് D എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻസ്ട്രുമെന്റ് വെച്ച പോയിന്റിൽ നിന്ന് A എന്നുള്ള പോയിന്റിലേക്കുള്ള ദൂരം നമുക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ആ ദൂരം 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ആ 10 മീറ്റർ നമുക്ക് അറിയാമെങ്കിൽ ഇവിടെ S എന്നുള്ള വാല്യൂ നമുക്ക് അറിയില്ല. ആ എസിന്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് D = KS + C എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ എസിന്റെ വാല്യൂ 1.2 എന്ന് കിട്ടിഞ്ഞായിരിക്കാം. ഓക്കെ, ആ 1.2 എന്നുള്ള വാല്യൂ നമ്മൾ ഈ ലെവലിംഗ് സ്റ്റാഫ് നമ്മൾ മുന്നോട്ടും പിമ്പോട്ടും മാറ്റുന്നതിനനുസരിച്ച് ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, എസിന്റെ വാല്യൂ മാറും. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ലെവലിംഗ് സ്റ്റാഫ് ഇവിടെ വെച്ച് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എസിന്റെ വാല്യൂ കിട്ടും. ആ എസിന്റെ വാല്യൂ നമുക്ക് ബാക്കോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് എസിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കറക്റ്റ് 1.2 എന്ന വാല്യൂ എസിന് കിട്ടുന്നത്, ആ പോയിന്റിലായിരിക്കും ഇൻസ്ട്രുമെന്റിൽ നിന്ന് ദൂരം 10 മീറ്റർ വരിക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടാക്യോമെട്രിക് മെത്തേഡിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടാക്യോമീറ്റർ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്നു. അതിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു KS + C എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ അതിലെ S എന്നുള്ള വാല്യൂ, സ്റ്റാഫ് ഇന്റർസെപ്റ്റ് S എന്നുള്ള വാല്യൂ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ദി ടാക്യോമീറ്റർ, നമ്മൾ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ആദ്യം T1 എന്ന പോയിന്റിൽ സെറ്റ് ചെയ്യുക. ആൻഡ് ലൈൻ ഓഫ് സൈറ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ PI എന്നതിലേക്ക് തിരിച്ചു വെക്കുക. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനെ നമ്മൾ പറയാവുന്ന വേറൊരു പേരാണ് V എന്ന പോയിന്റ്. ഇതിനെയാണ് V എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് PIയിലേക്ക് തിരിച്ചു വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് Δ1 എന്ന് പറയുന്ന ആംഗിൾ ആദ്യം കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു കോഡ് ലെങ്ത് ഫിക്സ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10 മീറ്റർ ഫിക്സ് ചെയ്തു. അപ്പോൾ 10 മീറ്റർ ഫിക്സ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ, ഡിഫ്ലക്ഷൻ ആംഗിൾ Δ1 നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഡിസ്റ്റൻസ്, ആ ആംഗിൾ കണ്ടുപിടിച്ച് അത്രയും ആംഗിളിൽ നമ്മുടെ ടാക്യോമീറ്റർ തിരിച്ചു വെക്കുക. സോ ലൈൻ ഓഫ് സൈറ്റ് Δ1 ആംഗിൾ തിരിച്ചു വെച്ചു. അപ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റിൽ എവിടെയോ ആണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് T1 എന്ന പോയിന്റിൽ നമ്മളൊരു ലെവലിംഗ് സ്റ്റാഫ് പിടിച്ച് അത് നേരെ ബാക്കോട്ട് മൂവ് ചെയ്യുക. ആ ലെവലിംഗ് സ്റ്റാഫ്, ഒരാൾ ആ ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കോട്ട് മൂവ് ചെയ്യുക. ബാക്കോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ടെലസ്കോപ്പിൽ കാണുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S എന്നുള്ള വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 10 മീറ്റർ ആണ് ഡിസ്റ്റൻസ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് നമുക്കറിയാം. ആ ഇൻ്റർസെപ്റ്റ് വരുന്നത് വരെ ഈ ലെവൽ സ്റ്റാഫ് ബാക്കോട്ട് മൂവ് ചെയ്തേയിരിക്കാം. അപ്പോൾ എത്രയാണോ നമുക്ക് ആ ലെവലിംഗ് സ്റ്റാഫ് ആ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പോയിന്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ L = KS+C എന്നുള്ള ഇക്വേഷൻ തന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Lൻ്റെ വാല്യൂ 10 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ Kയും Cയും നമുക്കറിയാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, KS+C എന്നുള്ള ഇക്വേഷൻ വരുന്നത്, അതിൽ Sൻ്റെ വാല്യൂ, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് നമുക്ക് Sൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 മീറ്റർ ആണെങ്കിൽ Sൻ്റെ വാല്യൂ 1 മീറ്റർ വരുന്നത് വരെ ഇവിടുന്ന് ഇങ്ങനെ ബാക്കോട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ 1 കിട്ടിയാൽ എവിടെയാണോ കിട്ടുന്നത് അവിടെ നമുക്ക് പോയിന്റ് ഫിക്സ് ചെയ്യാം. അപ്പം അങ്ങനെയാണ് ഇവിടെ പോയിന്റുകൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നമുക്കിവിടെ നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പോയിന്റുകൾ ഫിക്സ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നമുക്കിവിടെ അതുപോലെ കിട്ടും. ഫസ്റ്റ് പോയിന്റ് A എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ പോയിന്റ് നമുക്ക് ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്യുക. അതിൻ്റെ ആംഗിൾ Δ2 നമ്മൾ എടുക്കുക. ആ Δ2ൽ ടാക്യോമീറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക, ലൈൻ ഓഫ് സൈറ്റ് കിട്ടും. അതിനകത്തും ഇതേപോലെ L = KS+C എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആ ലെങ്ത്തിൽ നിന്ന് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. അത്രയും ദൂരത്തിൽ സ്റ്റാഫ് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി സെക്കൻഡ് പോയിന്റ് T2. അതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പോയിന്റ് B കിട്ടും. അങ്ങനെ ഓരോ പോയിന്റുകളും CD, അങ്ങനെ ഓരോ പോയിന്റുകളും കണ്ടെത്തി അത് കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദി കർവ്. സോ ഇതാണ് ടാക്യോമെട്രിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു കർവ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. Now in this lecture we have discussed about how to set out a curve. ഒരു കർവ് എങ്ങനെയാണ് സെറ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ലെക്ചറിൽ നമ്മൾ പഠിച്ചത്. ആൻഡ് വി ഹാവ് ലീനിയർ മെത്തേഡ് ഉണ്ട്, അതുപോലെ ആംഗുലർ മെത്തേഡ് ഉണ്ട്. ലീനിയർ മെത്തേഡിനകത്ത് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ഫസ്റ്റ് മെത്തേഡ് ഓർഡിനേറ്റ് ഫ്രം ദി ലോങ് കോഡ് എന്ന് ഫസ്റ്റ് മെത്തേഡ് പഠിച്ചു. ആൻഡ് ബൈസെക്ഷൻ ഓഫ് ആർക്ക് രണ്ടാമത്തെ മെത്തേഡ്. തേർഡ് മെത്തേഡ് ബൈ ഓഫ്സെറ്റ് ഫ്രം ദി ടാൻജന്റ്. ആൻഡ് ഫോർത്ത് മെത്തേഡ് ബൈ ഓഫ്സെറ്റ് ഫ്രം ദി കോഡ് പ്രൊഡ്യൂസ്. ആൻഡ് സിമിലർലി ആംഗുലാർ മെത്തേഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ മെത്തേഡിനകത്ത് റാങ്കിൻസ് മെത്തേഡ്, അതേപോലെ theodolite മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ടാക്യോമെട്രിക് മെത്തേഡ്. ഇത്രയും മെത്തേഡുകളാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത്, ഈ ലെക്ചറിനകത്ത് പഠിച്ചത്. So that's all in this lecture. Thank you. Welcome.